നമസ്കാരം. ഏഷ്യൻ വിപണിയിൽ ഉൽപാദന വ്യാപാര കമ്പനികൾ വളരെ ആകർഷകമാണ്. ഈ വിപണികളിലെ ആവശ്യം അതിവേഗം വളരുകയുമാണ്. എന്നാൽ ഇതിനെ തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങളും ഓരോ ദിവസവും ഉണ്ടാകുന്നുണ്ട്. പല കളികളും കുറുക്കുവഴികളും ഇതിൽ നടക്കുന്നുമുണ്ട്. അതേസമയം ഏഷ്യൻ വിപണിയെ ലക്ഷ്യമിട്ടുകൊണ്ട് ചൈന നടത്തുന്ന പുതിയ നീക്കങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ ലോക കളിപ്പാട്ട വിപണിയിൽ നേട്ടം കൊയ്യുകയാണ്. കയറ്റുമതിയിൽ 61% വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത്. ഇതുവരെ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ചൈനീസ് കമ്പനികൾക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തിയാണ് ഇന്ത്യൻ മുന്നേറ്റം. ലോക വിപണിയിൽ 1.5% മാത്രമായിരുന്നു മുൻപ് ഇന്ത്യയുടെ പങ്കാളിത്തം. ആഭ്യന്തര ആവശ്യത്തിന്റെ 80% ഇറക്കുമതിയാണ് ആശ്രയിച്ചിരുന്നത്. വിദ്യാഭ്യാസ മന്ത്രാലയം, വനിതാ ശിശു വികസന മന്ത്രാലയം, ASME മന്ത്രാലയം, AISTE എന്നിവയുടെ സഹകരണത്തോടെയാണ് ആഗോള വിപണിയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ നടത്തുന്നത്. എന്നാൽ ഇപ്പോഴിതാ നഷ്ടമായ കളിപ്പാട്ട വിപണി തിരിച്ചുപിടിക്കാൻ ലബുബു പാവകളെ കളത്തിലിറക്കിയിരിക്കുകയാണ് ചൈന. ഈ പാവകൾക്ക് ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ വലിയ പ്രീതി ലഭിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിലൂടെ വിപണിയിൽ വീണ്ടും തിരിച്ചു കയറാമെന്നാണ് ചൈനയുടെ പ്രതീക്ഷ. ഈ വർഷം ആദ്യമാണ് ലുലുബു പാവകളെ നിർമ്മിച്ച് ചൈന വിപണിയിൽ ഇറക്കാൻ ആരംഭിച്ചത്. റബ്ബർ കൊണ്ടാണ് ഈ പാവകൾ നിർമ്മിക്കുന്നത്. വിപണിയിലെത്തി അല്പ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ പാവകൾ ഹോട്ടസ്റ്റ് ടോയ് ആയി മാറുകയായിരുന്നു. സോഫ്റ്റ് ടോയ്സിന്റെ ഗണത്തിൽ ഉൾപ്പെടുന്ന ലുബുബു അതിന്റെ രൂപം കൊണ്ടും വേറിട്ട് നിൽക്കുന്നുണ്ടെന്നാണ് പൊതുവെ ഉയരുന്ന അഭിപ്രായം. പല വലിപ്പത്തിൽ ലുബുബു പാവകൾ വിപണിയിൽ ലഭ്യമാണ്. ഹോങ്കോങ്ങിലെ പ്രമുഖ കലാകാരനായ കെസിങ് ലുങ് ആണ് ഈ പാവയ്ക്ക് രൂപം നൽകിയത്. ഇതിന് പിന്നാലെ ചൈനയിലെ പോപ്പ് മാർട്ട് സ്റ്റോളുകളിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുകയായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന് വലിയ പ്രചാരം ലഭിച്ചു. കളിപ്പാട്ടങ്ങൾ ശേഖരിക്കുന്നവരുടെ ഷെൽഫിലും അതിവേഗം ലുലുബു സ്ഥാനം പിടിച്ചു. ഇതോടെ ഏഷ്യൻ വിപണികളിൽ എത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ ഏഷ്യൻ വിപണിയിൽ വിറ്റുപോകുന്ന കളിപ്പാട്ടങ്ങളുടെ പട്ടികയിൽ ലുലുബുവിന് 1-ാം സ്ഥാനമുണ്ട്. ഇന്ത്യ തദ്ദേശീയമായ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചതോടെയായിരുന്നു ചൈന മേഖലയിൽ തിരിച്ചടി നേരിടാൻ ആരംഭിച്ചത്. ഇന്ത്യൻ വിപണി പൂർണ്ണമായും കൈയൊഴിഞ്ഞ ചൈന പിന്നീട് മറ്റ് വിപണികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ത്യ കളിപ്പാട്ടങ്ങൾക്ക് ആഗോള വിപണിയിൽ പ്രിയമേറിയത് വീണ്ടും ചൈനയ്ക്ക് വെല്ലുവിളിയായി. ഇതോടെയാണ് പുതിയ കളിപ്പാട്ടം ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. വെബ് ഡെസ്ക് തത്തുമൈ TV.